നമ്മൾ ഈ സക്സസ് ആയിട്ടുള്ള ബിസിനസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അവരുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നല്ലൊരു ടീമാണ്. ഇറ്റ്സ് ദ കോർ പാർട്ട് ഓഫ് എവറി ബിസിനസ്. നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ഏരിയയിൽ നമ്മൾ എങ്ങനെ ആപ്റ്റ് ആയിട്ട് ഒരു ടീമിനെ ഫൗണ്ട് ചെയ്യും? ഒരു സ്റ്റാർട്ടപ്പിൻ്റെ സക്സസ് ഫാക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ബിൽഡിങ് എ റൈറ്റ് ടീം എന്ന് പറയുന്നത്. എത്ര വലിയ വിഷൻ ഉണ്ടായിക്കോട്ടെ, എത്ര നല്ല ഫണ്ടിങ് ഉണ്ടായിക്കോട്ടെ, റൈറ്റ് ടീം ഇല്ലെങ്കിൽ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ബേസിക് പില്ലറാണ് ഈ ടീം എന്ന് പറയുന്നത്. അതെ, അത് ഈ ചില ഫൗണ്ടേഴ്സ് ചിലപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രമേ ചിലർ അത് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അത് ഇറ്റ് വിൽ ടേക്ക് ഒരു 2 years 3 years ഒക്കെ എടുക്കും ചിലപ്പോൾ നല്ല ടീം വരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 10 മെമ്പേഴ്സ് അടങ്ങുന്ന ടീമാണെന്ന് വിചാരിക്കുക. അതിൽ 5 പേര് നല്ലതാണ്, ബാക്കിയുള്ളവർ അത്രയും ആപ്റ്റ് അല്ലെങ്കിൽ അതും ശരിയാവില്ല. അപ്പോൾ എപ്പോഴാണോ എല്ലാം ഈക്വലായിട്ട് നല്ല ടീമായിട്ട് വരുന്നത്, കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ടീമിലെ ഏറ്റവും വീക്കസ്റ്റ് മെമ്പറാണ് നമ്മളെ സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ്, കാരണം അതിലിപ്പോൾ റൈറ്റ് ടീമിനെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ഇവൻ ചെയ്യേണ്ടത്, ഓക്കെ, ഈ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്, ആ ചെയ്യണമെങ്കിൽ അവന് എന്തൊക്കെ അവന് അറിയണം, അവന് എന്തൊക്കെ സ്കില്ല് വേണം, എന്തൊക്കെ നോളജ് വേണം, ഈ കാര്യങ്ങൾ നമുക്കറിയണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ.